ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് നവംബർ 28 കറണ്ട് അഫയേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും അഭിപ്രായം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഓക്കെ ആണല്ലോ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഖത്തറിൽ നടന്ന ഫിഫ അണ്ടർ 17 ഫുട്ബോൾ ലോകകപ്പിൽ കിരീടം നേടിയത് പോർച്ചുഗലാണ്. എന്താണ്? ഖത്തറിൽ നടന്ന, എവിടെയാണ് നടന്നിട്ടുള്ളത്? ഖത്തറിൽ നടന്ന ഫിഫ അണ്ടർ 17 ഫുട്ബോൾ ലോകകപ്പിൽ കിരീടം നേടിയത് പോർച്ചുഗലാണ്. ഫൈനലിൽ ഓസ്ട്രിയയെ 1-0 പരാജയപ്പെടുത്തി. ഫൈനലിൽ ആരെയാണ്? ഓസ്ട്രിയയെ 1-0 പരാജയപ്പെടുത്തി. അപ്പൊ ഖത്തറിൽ നടന്ന ഫിഫ അണ്ടർ 17 ഫുട്ബോൾ ലോകകപ്പിൽ കിരീടം നേടിയത് ആരാണ്? പോർച്ചുഗലാണ്. ഇനി ശ്രീലങ്കൻ തീരത്ത് ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഡിറ്റുവ ചുഴലിക്കാറ്റ്. ശ്രീലങ്കൻ തീരത്ത് ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റാണ് ഡിറ്റുവ ചുഴലിക്കാറ്റ്. എവിടെയാണ്? ശ്രീലങ്കൻ തീരത്ത് ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റാണ് ഡിറ്റുവ ചുഴലിക്കാറ്റ് എന്ന് പറയുന്നത്. ഈ പേര് നിർദ്ദേശിച്ച രാജ്യം, അല്ലെ? ഈ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാവും മിക്കവാറും ക്വസ്റ്റ്യൻ വരിക. ചുഴലിക്കാറ്റിന് ഈ പേര് നിർദ്ദേശിച്ച രാജ്യം ഏത് എന്ന് ചോദിക്കാം. അപ്പൊ ഏതാണ്? യമൻ ആണ്, അല്ലെ? യമൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ നാഷണൽ അക്കൗണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ് GDP അതുപോലെ GVA ഉൾപ്പെടെ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് നൽകിയ ഗ്രേഡ് ഏതാണ്? ഗ്രേഡ് C ആണ്. ഇന്ത്യയുടെ ഇന്റർനാഷണൽ അക്കൗണ്ട് സ്റ്റാറ്റിസ്റ്റിക്സിന് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് നൽകിയ ഗ്രേഡ് ഏതെന്ന് ചോദിച്ചാൽ ഗ്രേഡ് C ആണ് എന്നുള്ളത് ഓർത്തു വച്ചേക്കാം. അടുത്തത്, ഏഷ്യ കപ്പ് അണ്ടർ 19 ഇന്ത്യൻ ടീമിൽ ഇടം പിടിച്ച മലയാളി. ഏഷ്യ കപ്പ് അണ്ടർ 19 ഇന്ത്യൻ ടീമിൽ ഇടം പിടിച്ച മലയാളി ആരോൺ ജോർജ് വർഗീസ് ആണ്. ആരാണ്? ആരോൺ ജോർജ് വർഗീസ് ആണ് ഏഷ്യ കപ്പ് അണ്ടർ 19 ഇന്ത്യൻ ടീമിൽ ഇടം പിടിച്ച മലയാളി എന്ന് പറയുന്നത്. ആരാണ്? ആരോൺ ജോർജ് വർഗീസ്. Then ഓസ്ട്രേലിയയിലെ ലോവി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ, എന്താണ്? ഓസ്ട്രേലിയയിലെ ലോവി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പഠന റിപ്പോർട്ട് പ്രകാരം ഏഷ്യൻ പവർ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 3-ാം സ്ഥാനമാണ്. എന്താണ്? ഓസ്ട്രേലിയയിലെ ലോവി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പഠന റിപ്പോർട്ട് പ്രകാരം ഏഷ്യൻ പവർ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 3-ാം സ്ഥാനമാണ്. കിട്ടിയോ? ഓസ്ട്രേലിയയിലെ ലോവി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പഠന റിപ്പോർട്ട് പ്രകാരം ഏഷ്യൻ പവർ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് എത്രയാണ്? 3-ാം സ്ഥാനമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു പേജ് ഒന്നുകൂടെ നോക്കി നോക്കാം. ഖത്തറിൽ നടന്ന ഫിഫ അണ്ടർ 17 ഫുട്ബോൾ ലോകകപ്പിൽ കിരീടം നേടിയത് പോർച്ചുഗലാണ്. ഫൈനലിൽ ഓസ്ട്രിയയെ 1-0 പരാജയപ്പെടുത്തി. ശ്രീലങ്കൻ തീരത്ത് ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റ് ഡിറ്റുവ ചുഴലിക്കാറ്റ്. ഈ പേര് നിർദ്ദേശിച്ച രാജ്യം എന്ന് പറയുന്നത് യമനാണ്. ഇന്ത്യയുടെ നാഷണൽ അക്കൗണ്ട് സ്റ്റാറ്റിസ്റ്റിക്സിന് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് നൽകിയ ഗ്രേഡ് ഏതാണ്? ഗ്രേഡ് C. ഏഷ്യ കപ്പ് അണ്ടർ 19 ഇന്ത്യൻ ടീമിൽ ഇടം പിടിച്ച മലയാളി ആരോൺ ജോർജ് വർഗീസ് ആണ്. ഓസ്ട്രേലിയയിലെ ലോവി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പഠന റിപ്പോർട്ട് പ്രകാരം ഏഷ്യൻ പവർ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 3-ാം സ്ഥാനമാണ്. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോവാം. 2025-26 സാമ്പത്തിക വർഷത്തിലെ 2-ാം പാദത്തിലെ, അതായത് ജൂലൈ സെപ്റ്റംബർ ഇന്ത്യ രേഖപ്പെടുത്തിയ വളർച്ചാ നിരക്ക്. 2025-26 സാമ്പത്തിക വർഷത്തിലെ 2-ാം പാദത്തിലെ ഇന്ത്യ രേഖപ്പെടുത്തിയ വളർച്ചാ നിരക്ക് 8.2%. ഓക്കെ, അപ്പൊ 2025-26 സാമ്പത്തിക വർഷത്തിലെ 2-ാം പാദത്തിലെ ജൂലൈ സെപ്റ്റംബർ ഇതില് ഇന്ത്യ രേഖപ്പെടുത്തിയ വളർച്ചാ നിരക്ക് 8.2%. ഇനി റായ്പൂരിൽ നടന്ന അഖിലേന്ത്യാ പോലീസ് കോൺഫറൻസിൽ, എവിടെ? റായ്പൂരിൽ നടന്ന അഖിലേന്ത്യാ പോലീസ് കോൺഫറൻസിൽ രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനായി തെരഞ്ഞെടുത്തത് ഗാസിപൂർ പോലീസ് സ്റ്റേഷൻ. എവിടെയാണ്? ഡൽഹിയിലെ ഗാസിപൂർ പോലീസ് സ്റ്റേഷൻ ആണ്. ഓക്കെ, ഡൽഹിയിലെ ഗാസിപൂർ പോലീസ് സ്റ്റേഷൻ. അപ്പൊ റായ്പൂരിൽ നടന്ന അഖിലേന്ത്യാ പോലീസ് കോൺഫറൻസിൽ രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനായി തെരഞ്ഞെടുത്തത്
തെരഞ്ഞെടുത്തത് ഗാസിപൂർ പോലീസ് സ്റ്റേഷൻ, അതായത് ഡൽഹിയിലെ ഗാസിപൂർ പോലീസ് സ്റ്റേഷൻ. എവിടെയാണ്? റായ്പൂരിൽ നടന്ന അഖിലേന്ത്യാ പോലീസ് കോൺഫറൻസിൽ ട്ടോ. ഇനി 2026 എന്താണ് 2026 G20 ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിക്കുന്ന അമേരിക്കൻ നഗരം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. G20 ഉച്ചകോടിക്ക് വേദിയൊക്കെ ചോദിക്കും. ഓക്കെ, 2026 G20 ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിക്കുന്ന അമേരിക്കൻ നഗരം എന്ന് പറയുന്നത് മിയാമിയാണ്. അപ്പൊ മിയാമി എവിടെയാണ്? അമേരിക്കയിലെ ഒരു നഗരമാണ്. 2026 G20 ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിക്കുന്നു. ആര്? മിയാമി അല്ലെ. ഇനി ലിയോ 14 ആരാണ്? ലിയോ 14 മാർപ്പാപ്പ സ്ഥാനം ഏറ്റെടുത്ത ശേഷം ആര്? ലിയോ 14 ഏത് മാർപ്പാപ്പ സ്ഥാനം ഏറ്റെടുത്ത ശേഷം ആദ്യമായി സന്ദർശിച്ച വിദേശ രാജ്യം തുർക്കിയാണ്. അപ്പൊ എന്താ ചെയ്തത്? ലിയോ 14 മാർപ്പാപ്പ സ്ഥാനം ഏറ്റെടുത്തിട്ടുള്ളത്. ഈ മാർപ്പാപ്പ സ്ഥാനം ഏറ്റെടുത്ത ശേഷം ആദ്യമായിട്ട് സന്ദർശിച്ച വിദേശ രാജ്യം ചോദിച്ചാൽ തുർക്കിയാണ്. അടുത്തത് ISRO റോക്കറ്റുകൾക്ക് ആവശ്യമായ അതിനൂതന ക്രയോജനിക് ഘട്ട ഉപകരണങ്ങൾ ചരിത്രത്തിൽ ആദ്യമായി ISROക്ക് പുറത്ത് എവിടെയാണ് നിർമ്മിച്ചത്? ISRO റോക്കറ്റുകൾക്ക് ആവശ്യമായ അതിനൂതന ക്രയോജനിക് ഘട്ട ഉപകരണങ്ങൾ ചരിത്രത്തിൽ ആദ്യമായി ISROക്ക് പുറത്ത് എവിടെയാണ് നിർമ്മിച്ചത്? കോർട്ടാസ് ഇൻഡസ്ട്രീസ് കൊച്ചുവേളി. എന്താ പറഞ്ഞിട്ടുള്ളത്? ISRO റോക്കറ്റുകൾക്ക് ആവശ്യമായ അതിനൂതന ക്രയോജനിക് ഘട്ട ഉപകരണങ്ങൾ ചരിത്രത്തിൽ ആദ്യമായി ISROക്ക് പുറത്ത് എവിടെയാണ് നിർമ്മിച്ചത് എന്ന് ചോദിച്ചാല് കോർട്ടാസ് ഇൻഡസ്ട്രീസ് കൊച്ചുവേളി. കിട്ടിയോ? അപ്പൊ നമുക്ക് ഈ ഒരു പേജ് ഒന്നുകൂടെ നോക്കാം. 2025-26 സാമ്പത്തിക വർഷത്തിലെ രണ്ടാം പാദത്തിലെ ജൂലൈ സെപ്റ്റംബർ ഇന്ത്യ രേഖപ്പെടുത്തിയ വളർച്ചാ നിരക്ക് 8.2%. റായ്പൂരിൽ നടന്ന അഖിലേന്ത്യാ പോലീസ് കോൺഫറൻസിൽ രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനായി തെരഞ്ഞെടുത്തത് ഗാസിപൂർ പോലീസ് സ്റ്റേഷൻ, ഡൽഹി. 2026 G20 ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിക്കുന്ന അമേരിക്കൻ നഗരം മിയാമിയാണ്. ലിയോ 14 മാർപ്പാപ്പ സ്ഥാനം ഏറ്റെടുത്ത ശേഷം ആദ്യമായി സന്ദർശിച്ച വിദേശ രാജ്യം തുർക്കിയാണ്. ISRO റോക്കറ്റുകൾക്ക് ആവശ്യമായ അതിനൂതന ക്രയോജനിക് ഘട്ട ഉപകരണങ്ങൾ ചരിത്രത്തിൽ ആദ്യമായി ISROക്ക് പുറത്ത് എവിടെയാണ് നിർമ്മിച്ചത് എന്ന് ചോദിച്ചാൽ കോർട്ടാസ് ഇൻഡസ്ട്രീസ് കൊച്ചുവേളി. ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നോക്കാം നമുക്ക്. അധിനിവേശ പാലസ്തീൻ ഭൂപ്രദേശങ്ങളിലും അധിനിവേശ പാലസ്തീൻ ഭൂപ്രദേശങ്ങളിലും ഇസ്രായേലിലും നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്നതിനുള്ള UN സ്വതന്ത്ര അന്വേഷണ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിതനായത് ഡോക്ടർ S മുരളീധർ ആണ്. ആരാണ്? അധിനിവേശ പാലസ്തീൻ ഭൂപ്രദേശങ്ങളിലും ഇസ്രായേലിലും നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്നതിനുള്ള UN സ്വതന്ത്ര അന്വേഷണ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിതനായത് ഡോക്ടർ S മുരളീധർ ആണ് എന്നുള്ളത് ഓർത്തു വച്ചേക്കുക. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഡ്രൈവർ ഇല്ലാ ട്രെയിൻ ശൃംഖല എന്ന പേരിൽ ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ച മെട്രോ എന്ന് പറയുന്നത് റിയാദ് മെട്രോയാണ്. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഡ്രൈവർ ഇല്ലാ ട്രെയിൻ ശൃംഖല എന്ന പേരിൽ ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ച മെട്രോ ഏതെന്ന് ചോദിച്ചാൽ റിയാദ് മെട്രോയാണ്. അടുത്തിടെ ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുന്ന ലോകത്തെ ആദ്യ ഒറ്റ ഡോസ് വാക്സിന് അംഗീകാരം നൽകിയ രാജ്യം ബ്രസീലാണ്. അടുത്തിടെ ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുന്ന ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുന്ന ലോകത്തെ ആദ്യ ഒറ്റ ഡോസ് വാക്സിന് അംഗീകാരം നൽകിയ രാജ്യം ബ്രസീലാണ്. ഏതാണ് വാക്സിന്? ബ്യൂട്ടാൻഡൻ DV വാക്സിൻ. എന്താണ്? ബ്യൂട്ടാൻഡൻ DV വാക്സിൻ എന്നാണ് വാക്സിൻ കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്തിടെ ഡെങ്കിപ്പനി പ്രതിരോധിക്കുന്ന ലോകത്തെ ആദ്യ ഒറ്റ ഡോസ് വാക്സിന് അംഗീകാരം നൽകിയ രാജ്യം ബ്രസീലാണ്. ബ്യൂട്ടാൻഡൻ DV വാക്സിൻ. ഓക്കെ, ഇനി സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ VC നിയമനത്തിന് ചുരുക്കപ്പട്ടികയുണ്ടാക്കുന്നതിനായി സുപ്രീം കോടതി രൂപവൽക്കരിച്ച 5-അംഗ സെർച്ച് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് സുധാംശു ധുലിയ. ആരാണ്? ജസ്റ്റിസ് സുധാംശു ധുലിയ. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ VC നിയമനത്തിന് ചുരുക്കപ്പട്ടികയുണ്ടാക്കുന്നതിനായി
ഉണ്ടാക്കുന്നതിനായി സുപ്രീം കോടതി രൂപവൽക്കരിച്ച എന്ത് 5 അംഗ സെർച്ച് കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് ആരെന്ന് പറയുന്നത്? ജസ്റ്റിസ് സുധാംശു ദുലിയ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഈ ഒരു നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടെ നോക്കി നോക്കാം. അധിനിവേശ പാലസ്തീൻ ഭൂപ്രദേശങ്ങളിലും ഇസ്രായേലിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്നതിനുള്ള UN സ്വതന്ത്ര അന്വേഷണ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിതനായത് ഡോക്ടർ എസ് മുരളീധർ ആണ്. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഡ്രൈവറില്ല ട്രെയിൻ ശൃംഖല എന്ന പേരിൽ ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ച മെട്രോ റിയാദ് മെട്രോ. അടുത്തിടെ ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുന്ന ലോകത്തെ ആദ്യ ഒറ്റ ഡോസ് വാക്സിന് അംഗീകാരം നൽകിയ രാജ്യം ബ്രസീൽ. ബ്യൂട്ടാൻഡൻ DV വാക്സിനാണ്. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ VC നിയമനത്തിന് ചുരുക്കപ്പട്ടികയുണ്ടാക്കുന്നതിനായി സുപ്രീം കോടതി രൂപവൽക്കരിച്ച 5 അംഗ സെർച്ച് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ജസ്റ്റിസ് സുധാംശു ദുലിയയാണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത പേജ് നോക്കാം നമുക്ക്. ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ എവിടെ? ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സുവർണ മയൂരം നേടിയ വിയറ്റ്നാമീസ് ചിത്രം ഏതാണ്? സ്കിൻ ഓഫ് യൂത്ത്. എന്താണ്? ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സുവർണ മയൂരം നേടിയ വിയറ്റ്നാമീസ് ചിത്രം ഏതെന്ന് ചോദിച്ചാൽ സ്കിൻ ഓഫ് യൂത്ത് ആണ്. സംവിധാനം ആഷ്ലെ മെയ്ഫെയർ. ആരാണ്? ആഷ്ലെ മെയ്ഫെയർ ആണ് സംവിധാനം. അപ്പം ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സുവർണ മയൂരം നേടിയ വിയറ്റ്നാമീസ് ചിത്രം ഏതെന്ന് ചോദിച്ചാൽ സ്കിൻ ഓഫ് യൂത്ത് ആണ്. ഏതാണ്? സ്കിൻ ഓഫ് യൂത്ത്. സംവിധാനം ആഷ്ലെ മെയ്ഫെയർ ആണ്. ആഷ്ലെ മെയ്ഫെയർ. ഓക്കെ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഭൗമസൂചിക പദവി ലഭിച്ച ഉൽപ്പന്നങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. എത്രയാണ്? 79. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭൗമസൂചിക പദവി ലഭിച്ച ഉൽപ്പന്നങ്ങളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്. എത്ര ഉൽപ്പന്നങ്ങൾക്കാണ് ലഭിച്ചിട്ടുള്ളത്? 79. മധുര സാരി പോഷക്, മീററ്റ് ബ്യൂഗിൾ എന്നീ 2 ഉൽപ്പന്നങ്ങൾക്കാണ് അവസാനം GI ടാഗ് ലഭിച്ചിട്ടുള്ളത്. അപ്പോ ഏതൊക്കെയാണ്? മധുര സാരി പോഷക്, ദെൻ മീററ്റ് ബ്യൂഗിൾ. ഏതാണ്? മധുര സാരി പോഷക്, മീററ്റ് ബ്യൂഗിൾ എന്നീ 2 ഉൽപ്പന്നങ്ങൾക്കാണ് അവസാനം GI ടാഗ് ലഭിച്ചിട്ടുള്ളത്. 2ാം സ്ഥാനം നിൽക്കുന്നത് തമിഴ്നാടാണ്. 69 ഉൽപ്പന്നങ്ങൾക്ക്. 69 ഉത്തർപ്രദേശ്, 79. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പേജിൽ നമുക്ക് നോക്കാനുള്ളത്. ഒന്നുകൂടെ നോക്കി നോക്കാം. ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സുവർണ മയൂരം നേടിയ വിയറ്റ്നാമീസ് ചിത്രം ഏതെന്ന് ചോദിച്ചാൽ സ്കിൻ ഓഫ് യൂത്ത്. സംവിധാനം ആഷ്ലെ മെയ്ഫെയർ ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭൗമസൂചിക പദവി ലഭിച്ച ഉൽപ്പന്നങ്ങളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്. 79. മധുര സാരി പോഷക്, മീററ്റ് ബ്യൂഗിൾ എന്നീ 2 ഉൽപ്പന്നങ്ങൾക്കാണ് അവസാനം GI ടാഗ് ലഭിച്ചിട്ടുള്ളത്. 2ാം സ്ഥാനം തമിഴ്നാടിനാണ്. 69 ഉൽപ്പന്നങ്ങൾക്ക്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് നവംബർ 28 കറണ്ട് അഫയേഴ്സിൽ പഠിക്കാനുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കുക. പഠിച്ചതിന് ശേഷം മാത്രം 11:30 ലക്ഷ്യയുടെ ടെലഗ്രാം ചാനലിലുള്ള പോൾ എക്സാം പോയിട്ട് അറ്റൻഡ് ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പൊ ശരി. താങ്ക് യു.